സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഡോഗ്സിൻ്റെ ഹെയർ ഡ്രോപ്പ് നിങ്ങളുടെ ബൈബിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സ്ചേഞ്ചാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ ഫസ്റ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിൻ്റെ ടെലിഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. സോ ഇവിടെ വാളറ്റിലേക്ക് നിങ്ങൾക്ക് ടെലിഗ്രാം വാളറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് കാട്ടുന്നത്. സോ നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാനായിട്ട് ഇവിടെ കണ്ടിന്യൂയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ 2 എക്സ്ചേഞ്ചാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്ന് ബൈബിറ്റിൻ്റെ ഉണ്ട്, ഒന്ന് OKXനുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അക്കൗണ്ട് ഉള്ളത് ബൈബിറ്റിൻ്റെ ആണ്. സോ ഞാനിപ്പം അതിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ ബൈബിറ്റ് ചൂസ് ചെയ്യുക, അതിനുശേഷം സെൻഡ് ഹിയർ കൊടുക്കുക. ഓക്കെ, ഓൾറെഡി എനിക്ക് ബൈബിറ്റിൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് യെസ് ഐ ഹാവ് ഇറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്ര 3 കാര്യങ്ങളാണ്. ഒന്ന് ബൈബിറ്റിൻ്റെ UID, ദെൻ ഡെപ്പോസിറ്റ് അഡ്രസ്സ്, ദെൻ മെമ്മോ. സോ ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് ബൈബിറ്റിൽ ഐഫോൺ ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ കിട്ടത്തില്ല. സോ ഞാൻ ഇവിടെ എൻ്റെ ക്രോമിൽ ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ്, വെബ്സൈറ്റിൽ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ UID എവിടെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മേളിൽ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, ഇതുണ്ടോ. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ UID നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ജസ്റ്റ് UID ഒന്ന് ഇതുപോലെ കോപ്പി ചെയ്യുക. കോപ്പി സക്സസ്ഫുള്ളി ആയി. ദെൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക, അലോ പേസ്റ്റ്. അപ്പോൾ നമുക്ക് UID കിട്ടി. ഇനി എങ്ങനെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടാം ഡോഗ്സിൻ്റെ? സോ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ ഡെപ്പോസിറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ക്രിപ്റ്റോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെർച്ച് ചെയ്യണം ഡോഗ്സ്. ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഡോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഏത് ചെയിനാണ്? നമുക്കിവിടെ ഓൾറെഡി ഓർമ്മ മാത്രമേ ഉള്ളൂ, ടോൺ നെറ്റ്വർക്ക് വഴിയുള്ളതാണ്. സോ അതുകൊണ്ട് ടോണെ ക്ലിക്ക് ചെയ്യുക. ഇതിനിവിടെ അക്നോളജ് കൊടുക്കുക. സോ ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് മാറ്റണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോൺ കീപ്പർ വാളറ്റിലേക്കും എക്സ്ചേഞ്ചിൽ എപ്പോൾ ലിസ്റ്റ് ആകുന്നു ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോൺ കീപ്പർ വാളറ്റിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അത് 20-ാം തീയതി മാത്രമാണത് മാറ്റാൻ പറ്റുന്നത്. സോ ഇവിടെ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. ദെൻ മെമ്മോ എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു കോഡാണ്, അത് കോപ്പി ചെയ്യുക. കോപ്പി സക്സസ്ഫുള്ളി ആയി. ദെൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഡ്രോ ആയിക്കോളും. ഓക്കെ, ഞാൻ സപ്പോസ് തൽക്കാലം ഞാൻ ഇത് മാറ്റുന്നില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ ടോൺ കീപ്പർ വാളറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയിപ്പം ടെലിഗ്രാമിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. ഓപ്പൺ ഇൻ ടെലിഗ്രാം വാൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ആയിക്കോളും. ഞാനിപ്പോൾ നോൺ കസ്റ്റഡിയൽ വാൾട്ട് ആയിട്ടുള്ള ഇതിലേക്കാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ വാൾട്ടിലേക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് നമ്മുടെ ഡോഗ്സ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിൽ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി, നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.